Effectiveness of fiscal policy. Fiscal policy is the use of government spending, taxes, and debt management to adjust employment prices and aggregate demand. The level of economic activity is influenced by the changes in government expenditure and taxes. By effectiveness of fiscal policy, we mean the magnitude of the effect on equilibrium income of a given changes in the policy variables such as government spending, taxes, or money supply. We study the effectiveness of fiscal policy in terms of shape of the IS and the LM curves. The IS curve represent fiscal policy and the LM curve monetary policy. നമുക്കറിയാം ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ്റെ പീരീഡിൽ കെയ്ൻസ് ആണ് ഈ ഒരു പോളിസി പോപ്പുലറൈസ് ചെയ്തത്. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻസ്ട്രുമെൻ്റ്, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സസ്, അതുപോലെ ഗവൺമെൻറ് ബോറോവിങ് ഓർ ഡെപ്റ്റ്, ഈ ഒരു 3 ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഇക്കോണമിയിലെ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ പ്രൈസ്, ഡിമാൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഫിസിക്കൽ പോളിസിക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിലെ ആക്ടിവിറ്റി ഒക്കെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ചേഞ്ചസും ടാക്സിലെ ചേഞ്ചസൊക്കെ അതിന് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ എഫക്റ്റീവ്നെസ് ഓഫ് ഫിസിക്കൽ പോളിസി ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്നത് ISLM മോഡലാണ്. IS കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ പോളിസിയാണ്. അതുപോലെ LM കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയാണ്. ഫസ്റ്റ്, ദ സ്ലോപ്പ് ഓഫ് ദ IS കർവ് ആൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫിസിക്കൽ പോളിസി. അതായത് ഇവിടെ IS കർവ് സ്റ്റീപ്പ് ആവുമ്പോഴും അതുപോലെ ഫ്ലാറ്റ് ആവുമ്പോഴും അതുപോലെ വെർട്ടിക്കൽ ആവുമ്പോഴുള്ള ഫിസിക്കൽ പോളിസിയിലെ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. പാനൽ എയിൽ സ്റ്റീപ്പ് IS കർവാണ് പറയുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻകം ആണ്, വൈ ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ IS0 എന്നുള്ളതാണ് ഇവിടെ ഇനീഷ്യൽ IS കർവ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് R0, അതുപോലെ കറസ്പോണ്ടിങ് ഇൻകം എന്ന് പറയുന്നത് Y0 ആണ്. അത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ IS കർവ് IS0 നിന്നും IS1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് R0 നിന്നും R1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ Y0 നിന്ന് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻകം ലാർജ് എമൗണ്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ പോളിസി മോർ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് ബാധിക്കുന്നില്ല. ലാർജർ എമൗണ്ട് ആയിട്ട് നാഷണൽ ഇൻകം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റീപ്പ് IS കർവ് ആവുന്ന സിറ്റുവേഷനിൽ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് മോർ എഫക്റ്റീവാണ്. In each part of above figure shows that an increase in government expenditure shifts the IS curve to the right from IS0 to IS1. In panel A, where the IS curve is steep, this is expansionary fiscal policy results in a relatively large increase in income, that is Y0 to Y1. The steeper is the IS curve, the more effective is fiscal policy. This is because investment expenditure is less interest elastic. അടുത്ത കേസ് പറയുന്നത് ഫ്ലാറ്റർ IS കർവ് ആവുന്ന ടൈമിൽ ഫിസിക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IS0 എന്നുള്ളതാണ് ഇനീഷ്യൽ IS കർവ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് IS0 നിന്നും IS1 ആയിട്ട് അത് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് R0 നിന്ന് R1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ ഇൻകം Y0 നിന്ന് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇൻട്രസ്റ്റ് റേറ്റും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻക്രീസ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അത് സ്മാളർ എമൗണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീപ്പർ IS കർവ് നോക്കിയപ്പോൾ അവിടെ ഒരു ലാർജർ എമൗണ്ട് ആയിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അത് മോർ എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ തോത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ
ഫ്ലാറ്റർ ഐ എസ് കർവ് ആവുന്ന സിറ്റുവേഷനിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ലെസ് എഫക്റ്റീവാണ്. നെക്സ്റ്റ് ഐ എസ് കർവ് വെർട്ടിക്കൽ ഷേപ്പ് ആവുമ്പോൾ, വെർട്ടിക്കൽ സ്ലോപ്പ് ആവുമ്പോൾ IS0 എന്നുള്ളത് നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റ്, ഇനീഷ്യൽ ഐ എസ് കർവ്, കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് R0, അതുപോലെ ഇൻകം Y0, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് IS0 നിന്ന് IS1 ആയിട്ട് ഐ എസ് കർവ് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. അതായത് അവിടെ പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് മൾട്ടിപ്ലെയർ, അത് അതായത് KG, അത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? 1/1 - MPC. അതായത് ആ MPC എന്നുള്ളത് നമ്മൾ ബി എന്ന ലെറ്ററും കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1/1 - B എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഗവൺമെൻറ് ഇതും ഈ കാണുന്ന പാനലിലൊക്കെ കാണുന്ന ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അത് സൂചിപ്പിക്കുന്നത് 1/1 - B എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ IS0 നിന്നും IS1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് R0 നിന്നും R1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് റേറ്റ്. കറസ്പോണ്ടിങ് ഇൻകം Y0 നിന്നും Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ ഫുള്ളി മൾട്ടിപ്ലെയർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി എഫക്റ്റീവാണ്. വെർട്ടിക്കൽ ഐ എസ് കർവിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവാണ്. In panel C, fiscal policy is most effective where the IS curve is vertical. This is because government expenditure is perfectly interest inelastic. An increase in government expenditure shift the IS0 curve to the right to IS1, raises the interest rate from OR to OR1 and income to OY1 by the full multiplier of the increase in government expenditure. This makes fiscal policy highly effective. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഐ എസ് കർവിൻ്റെ സ്ലോപ്പ് അനുസരിച്ചിട്ട് ഫിസ്ക്കൽ പോളിസിയിലുള്ള എഫക്റ്റീവ്നെസ്, അതായത് സ്റ്റീപ്പ് ആവുമ്പോൾ മോർ എഫക്റ്റീവാണ്, അതുപോലെ ഫ്ലാറ്റർ ആവുമ്പോൾ ലെസ് എഫക്റ്റീവാണ്, വെർട്ടിക്കൽ ആവുമ്പോൾ ഹൈലി എഫക്റ്റീവാണ്. ഇനി അടുത്തത് ദ സ്ലോപ്പ് ഓഫ് ദ LM കർവ് ആൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇതിൽ നമ്മൾ ഐ എസ് കർവിൽ സ്ലോപ്പ് പോലെ തന്നെ LM കർവ് ഫ്ലാറ്റർ ആവുമ്പോൾ, അതുപോലെ സ്റ്റീപ്പർ ആവുമ്പോൾ, അതുപോലെ വെർട്ടിക്കൽ LM കർവ് ആവുമ്പോൾ ഫിസ്ക്കൽ പോളിസിയിൽ വരുന്ന എഫക്റ്റീവ്നെസ് ആണ് പറയുന്നത്. In panel A, fiscal policy is more effective. The flatter is the LM curve. When the IS curve shifts upward to IS1 with increase in government expenditure, its impact on the national income is more with flatter LM curve. അപ്പോൾ നമ്മുടെ LM കർവ് എന്നുള്ളത് ഫ്ലാറ്റർ ആവുന്ന സിറ്റുവേഷനാണ് ഫസ്റ്റത്തെ. IS0 എന്നുള്ളത് ഇനീഷ്യൽ IS കർവ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് IS0 നിന്ന് IS1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ഇൻകം Y0 നിന്നും Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് R0 നിന്നും R1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് ഈ ഫിഗറിൽ മനസ്സിലാവും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. Y0 നിന്ന് Y1ലേക്കുള്ള ഇൻകത്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ലാർജർ എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവും പക്ഷേ ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൂടുതലുമാണ്. അപ്പോൾ ഫ്ലാറ്റർ LM കർവ് ആവുന്ന സിറ്റുവേഷനിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ആയിരിക്കും. അതാണ് പാനൽ എ സൂചിപ്പിക്കുന്നത്. പാനൽ ബിയിൽ പറയുന്നത് സ്റ്റീപ്പ് LM കർവ്. സ്റ്റീപ്പ് LM കർവ് ആവുന്ന സിറ്റുവേഷനിൽ
R0 നിന്ന് R1 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ IS0 നിന്നും IS1 ആയിട്ട് IS കർവ് ഇൻക്രീസ് ചെയ്യുന്ന ഭാഗമായിട്ട് R0 നിന്നും R1ലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെറിയ തോതിൽ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റീപ്പ് LM കർവ് ആവുന്ന സിറ്റുവേഷനിൽ ഇൻകം വളരെ കുറച്ച് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് സ്റ്റീപ്പ് LM കർവ് ആവുമ്പോൾ ലെസ് എഫക്റ്റീവാണ്. ഇൻ പാനൽ ബി, ഫിസ്ക്കൽ പോളിസി ഈസ് ലെസ് എഫക്റ്റീവ് where the LM curve is steeper. The larger increase in the interest rate reduces private investment despite an increase in government expenditure, which ultimately brings a small rise in income OY1. അടുത്തത് പറയുന്നത് വെർട്ടിക്കൽ LM കർവ് ആവുമ്പോൾ. വെർട്ടിക്കൽ LM കർവ് ആവുമ്പോൾ അതായത് പെർഫെക്റ്റ്ലി LM കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ IS0 നിന്ന് IS1 ആയിട്ട് IS കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് R0 നിന്നും R1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ LM കർവ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, അതായത് വെർട്ടിക്കൽ സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇൻകം എന്ന് പറയുന്നത് ഇൻകത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നല്ലൊരു തോതിൽ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻകത്തിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവാണ്. നമ്മുടെ ഇക്കോണമിയിൽ അത് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ചെറിയ തോതിൽ പോലും അവിടെ ഇൻകം കൂടുന്നില്ല. അവിടെ LM കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവാണ് വെർട്ടിക്കൽ LM കർവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ LM കർവിൽ ഫ്ലാറ്റർ LM കർവ് ആകുമ്പോൾ മോർ എഫക്റ്റീവും, സ്റ്റീപ്പർ ആകുമ്പോൾ ലെസ് എഫക്റ്റീവും, അതുപോലെ വെർട്ടിക്കൽ LM കർവ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവും ആണ്. ഇൻ പാനൽ സി, ഫിസ്ക്കൽ പോളിസി ഈസ് കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവ് where the LM curve is vertical. When the IS curve shifts upward to IS1, only the interest rate rises from OR0 to OR1 and increase in government expenditure does not affect national income at R. അതായത് Y0 equal to Y1. നാഷണൽ ഇൻകത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. Fiscal policy is explained in which three ranges LM curve is taken along with 6 IS curves that arise after increase in government expenditure in the case of the Keynesian, classicals and intermediate range. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് 3 റേഞ്ചുകൾ, അതായത് കെയ്നേഷ്യൻ റേഞ്ചും അതുപോലെ ക്ലാസിക്കൽ റേഞ്ചും ഇൻ്റർമീഡിയറ്റ് റേഞ്ചിലും ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ് ഇനി അടുത്തത് നോക്കുന്നത്. The Keynesian range, the perfectly elastic segment of the LM curve is known as the Keynesian range. അതായത് LM കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്ന സെഗ്മെൻറ്റാണ് കെയ്നേഷ്യൻ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭാഗമാണ് കെയ്നേഷ്യൻ റേഞ്ച് എന്ന് പറയുന്നത്. അവിടെ ഇനീഷ്യൽ IS കർവ് എന്ന് പറയുന്നത് IS1 ആണ്. കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് OR, അതുപോലെ ഇൻകം OY1 ആണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് IS1 നിന്നും IS2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു IS കർവ്. അപ്പോൾ എയിൽ നിന്നും B എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു. അവിടെ ഇൻകം OY1 നിന്നും OY2 ആയിട്ട് ലാർജർ എമൗണ്ടിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ എന്നാൽ ഇൻകം, നാഷണൽ ഇൻകം കൂടുതലായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെയ്നേഷ്യൻ റേഞ്ചിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് മോർ എഫക്റ്റീവാണ്.
The government can use the fiscal policy to raise the level of income in the Keynesian range. Increased government expenditure or reduced tax will produce a shift in the highest curve to the right from IS1 to IS2. Interest rate remaining constant at R1 at R. Um, the income level raises from Y1 to Y2. Thus, fiscal policy is completely effective in raising the level of income in the Keynesian range. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റം ഇല്ലാതെ തന്നെ ഇൻകത്തിൽ കാര്യമായ വർധനവുണ്ട്. അതുകൊണ്ട് തന്നെ കെയ്നേഷ്യൻ റേഞ്ച് പ്രകാരം ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എഫക്റ്റീവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ക്ലാസിക്കൽ റേഞ്ചാണ്. The perfectly inelastic segment of the LM curve is known as the classical range. Increasing government expenditure or reduced tax will produce a shift in the highest curve to the right from IS5 to IS6. As a result, the IS6 curve crosses the LM curve at F and interest rate rises to OR4 with income remaining unchanged at OY5. There is no change in level of income. Thus, fiscal policy is completely ineffective in the classical range. ക്ലാസിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സെഗ്മെൻറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗമാണ് ക്ലാസിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. അവിടെ IS കർവിൽ നിന്ന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടാക്സ് റിഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് IS കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു, IS6 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് E എന്ന പോയിന്റിൽ നിന്ന് Fലേക്ക് എത്തുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് R3യിൽ നിന്നും R4 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇൻകം എന്ന് പറയുന്നത് Y5 തന്നെയാണ്. അതായത് ഒരു ചേഞ്ചും ഇൻകത്തിൽ വരുന്നില്ല, എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് വലിയ തോതിൽ തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ റേഞ്ച് പ്രകാരം ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് റേഞ്ചാണ്. ഇൻ്റർമീഡിയറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അവിടെ IS കർവ് IS3 നിന്നും IS4 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് C എന്നുള്ള ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും D എന്ന ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് OR1ൽ നിന്നും OR2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ഇൻകം എന്ന് പറയുന്നത് OY3 നിന്നും OY4 ആയിട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ റേഞ്ചിൽ കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവാണ്, കാരണം ഇൻകത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മളിത് കെയ്നേഷ്യൻ റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കെയ്നേഷ്യൻ റേഞ്ചിൽ Y1 നിന്നും Y2 ആയിട്ട് ലാർജർ എമൗണ്ട് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ആ ഒരു തോത് അനുസരിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ Y3യിൽ നിന്നും Y4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്മാളർ ഇൻക്രീസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് പ്രകാരം ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് എഫക്റ്റീവാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കെയ്നേഷ്യൻ റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ലെസ് എഫക്റ്റീവാണ്. ഇതാണ് 3 റേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ കെയ്നേഷ്യൻ, പിന്നത്തെ ക്ലാസിക്കൽ, അതുപോലെ ഇൻ്റർമീഡിയറ്റ്. കെയ്നേഷ്യൻ റേഞ്ച് പ്രകാരം കംപ്ലീറ്റ്ലി എഫക്റ്റീവാണ്. അതുപോലെ ക്ലാസിക്കൽ റേഞ്ച് പ്രകാരം കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവാണ്. ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ പറയുന്നത് എഫക്റ്റീവാണ്, പക്ഷേ നമ്മൾ കെയ്നേഷ്യൻ റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ലെസ് എഫക്റ്റീവാണ്. ഇതാണ് 3 റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസിയാണ്. അതിൽ ISLM മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് മെഷർ ചെയ്തത്. അതായത് IS കർവ് സ്റ്റീപ്പ് ആവുമ്പോഴും, അതുപോലെ ഫ്ലാറ്റർ ആവുന്ന കേസിലും, വെർട്ടിക്കൽ ആവുന്ന കേസിലും, അതുപോലെ LM കർവ് സ്റ്റീപ്പർ ആവുന്ന കേസിലും, ഫ്ലാറ്റ് ആവുന്ന കേസിലും, അതുപോലെ വെർട്ടിക്കൽ ആവുന്ന കേസിലും. LM കർവ് ഫ്ലാറ്റർ ആവുമ്പോൾ മോർ എഫക്റ്റീവ് ആവും, അതുപോലെ LM കർവ് സ്റ്റീപ്പർ ആവുമ്പോൾ ലെസ് എഫക്റ്റീവ് ആവും. LM കർവ് വെർട്ടിക്കൽ ആവുമ്പോൾ കംപ്ലീറ്റ്ലി
ഇന്നെഫക്റ്റീവ് ആവും. അതേപോലെ IS കർവ് എൻ്റെ സ്ലോപ്പ് അനുസരിച്ച് നോക്കുക വെച്ചാൽ സ്റ്റീപ്പർ ആവുമ്പോൾ മോർ എഫക്റ്റീവ് ആയിരിക്കും, ഫ്ലാറ്റർ ആവുമ്പോൾ ലെസ് എഫക്റ്റീവ് ആയിരിക്കും, അതുപോലെ വെർട്ടിക്കൽ ആവുമ്പോൾ ഹൈലി എഫക്റ്റീവ് ആവും. അതുപോലെ 3 റേഞ്ചസ് അനുസരിച്ച് കെയ്നേഷ്യൻ റേഞ്ചിൽ കംപ്ലീറ്റ്ലി എഫക്റ്റീവ് ആയിരിക്കും, ക്ലാസിക്കൽ റേഞ്ചിൽ കംപ്ലീറ്റ്ലി ഇന്നെഫക്റ്റീവ് ആയിരിക്കും, അതുപോലെ ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ എഫക്റ്റീവ് ആയിരിക്കും പക്ഷേ ലെസ് എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്.